നിങ്ങളുടെ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള സത്യം, ഈ ബന്ധം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്, നിങ്ങൾ അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്കായി ഒരു ചാനൽ സന്ദേശം. ഇത് കേൾക്കുന്നതിനു മുമ്പ് ഒരു സാവധാനം ശ്വാസമെടുക്കുക. കാരണം ഈ സന്ദേശം നിങ്ങളെ അയാദൃശ്ചികമായി കണ്ടെത്തിയില്ല. ഈ വ്യക്തി നിങ്ങളുടെ ചിന്തകളിലേക്ക് നിരന്തരം കടന്നുവരുന്നതിനൊരു കാരണമുണ്ട്. യുക്തിയേക്കാൾ ആഴമുള്ളതും സമയത്തേക്കാൾ ആഴമുള്ളതും ദൂരത്തേക്കാൾ ആഴമുള്ളതുമായ എന്തോ ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നമ്മൾ ഈ ബന്ധത്തെക്കുറിച്ചുള്ള സത്യം മിഥ്യയില്ലാതെ, ഭയമില്ലാതെ, തെറ്റായ പ്രതീക്ഷയില്ലാതെ സംസാരിക്കാൻ പോകുന്നു. ഇത് പിന്തുടരുന്നതിനെക്കുറിച്ചല്ല, ഇത് വേദനയിൽ കാത്തിരിക്കുന്നതിനെക്കുറിച്ചല്ല, ഇത് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. ഭാഗം 1. നിങ്ങളുടെ ബന്ധത്തിന്റെ യഥാർത്ഥ സ്വഭാവം. ഈ വ്യക്തിയുമായി നിങ്ങൾ പങ്കിടുന്ന ബന്ധം സാധാരണമല്ല. അത് സാധാരണമാണെങ്കിൽ അത് ഇതിനകം മങ്ങുമായിരുന്നു. അത് സാധാരണമാണെങ്കിൽ സമയം അവയെ മായ്ച്ചു കളയുമായിരുന്നു. അത് സാധാരണമാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം എളുപ്പത്തിൽ മുന്നോട്ടു പോകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ ബന്ധം നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലും ഉണർത്താൻ ഉദ്ദേശിച്ചുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയല്ല. സന്തോഷവാനായിരിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത്. മാറാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെ കണ്ടുമുട്ടിയത്. പലരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആദ്യത്തെ സത്യമാണിത്. ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് ആഴത്തിലുള്ള വികാരങ്ങൾക്കുണർവ് നൽകാനും ഉണങ്ങാത്ത മുറിവുകൾ വെളിപ്പെടുത്താനും നിങ്ങൾ സ്വയം എവിടെയാണ് ഉപേക്ഷിക്കുന്നതെന്ന് കാണിച്ചു തരാനും സ്നേഹം എന്താണെന്നും സ്നേഹം എന്തല്ലെന്നും നിങ്ങളെ പഠിപ്പിക്കാനുമാണ്. അതുകൊണ്ടാണ് അത് തീവ്രമായി തോന്നുന്നത്. അതുകൊണ്ടാണ് അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത് പൂർത്തിയാകാത്തതായി തോന്നുന്നത്. ഇതൊരു ഉപരിപ്ലവമായ ബന്ധമല്ല, ഇതൊരാത്മതല പാഠമാണ്. 2ാം ഭാഗം. ബന്ധം ഇത്ര ശക്തവും ചിലപ്പോൾ വേദനജനകവുമായി തോന്നുന്നതെന്തുകൊണ്ട്? നിങ്ങൾ വിചിത്രമായ എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾ അവയെ മറക്കാൻ ശ്രമിക്കുമ്പോഴും അത് അവസാനിച്ചു എന്ന് സ്വയം പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുമ്പോഴും അവ തിരികെ വരുന്നു. നിങ്ങൾ ദുർബലനായതുകൊണ്ടോ നിങ്ങൾ ആസക്തനായതുകൊണ്ടോ അല്ല, മറിച്ച് പാഠം ഇതുവരെ പൂർണ്ണമായിട്ടില്ലാത്തതുകൊണ്ടോ ആണ്. രോഗശാന്തി ആവശ്യമുള്ള നിങ്ങളുടെ ഭാഗങ്ങളെ ഈ ബന്ധം പ്രതിഫലിപ്പിക്കുന്നു. ഉപേക്ഷിക്കപ്പെടുമെന്ന ഭയം, ഒറ്റയ്ക്കായിരിക്കുമെന്ന ഭയം, തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുമെന്ന ഭയം, വളരെയധികം സ്നേഹിക്കുമെന്ന ഭയം. നിങ്ങളുടെ വ്യക്തി ഈ ഭയങ്ങൾ സൃഷ്ടിച്ചതല്ല, അവർ അവയെ സജീവമാക്കി. സജീവമാക്കൽ എല്ലായ്പ്പോഴും അത് ശക്തമാകുന്നതിനു മുമ്പ് വേദനജനകമായി തോന്നുന്നു. അതുകൊണ്ടാണ് ബന്ധം ചിലപ്പോൾ പ്രണയമായി തോന്നുന്നതും ചിലപ്പോൾ കഷ്ടപ്പെടുന്നതായി തോന്നുന്നതും. 3ാം ഭാഗം. ഈ ബന്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. മിക്ക ആളുകളും തെറ്റിദ്ധരിക്കുന്ന സത്യം ഇതാണ്: ഈ ബന്ധം നിർബന്ധിച്ച് കെട്ടിപ്പടുക്കേണ്ടതല്ല. നിങ്ങളെ ഒരിക്കലും പിന്തുടരാൻ ഉദ്ദേശിച്ചിരുന്നില്ല, യാചിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, നിങ്ങളുടെ മൂല്യം തെളിയിക്കാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. ഈ ബന്ധം ഒരുമിച്ച് നിർത്തുന്നത് നിങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളത് വളരെ മുറുകെ പിടിക്കുകയാണ്. യഥാർത്ഥ ആത്മബന്ധങ്ങൾ നിലനിൽക്കില്ല. ബലപ്രയോഗത്തിലൂടെ, അവർ വിന്യാസത്തിലൂടെ അതിജീവിക്കുന്നു. രണ്ടുപേരും വൈകാരികമായി തയ്യാറായിരിക്കുമ്പോഴാണ് വിന്യാസം സംഭവിക്കുന്നത്. രണ്ടുപേരും സ്വയം സത്യസന്ധരാണ്. രണ്ടുപേരും ഭയത്തേക്കാൾ വളർച്ച തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ എന്തോ അസമത്വമുണ്ട്. ആ അസന്തുലിതാവസ്ഥ മനഃപൂർവ്വമാണ്. ഭാഗം 4. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും തോന്നുന്നത്. അവരത് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് അവർ സമ്മതിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നു. എന്നാൽ ചിന്തിക്കുന്നത് അഭിനയത്തിന് തുല്യമല്ല. അവർക്ക് ബന്ധം അനുഭവപ്പെടുന്നു. അവരത് തിരിച്ചറിയുന്നു. നിങ്ങൾ പിന്മാറുമ്പോൾ അവരത് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതാ ബുദ്ധിമുട്ടുള്ള സത്യം: അവർ സ്വയം പോരാടുകയാണ്, നിങ്ങളല്ല. അവർ പോരാടുകയാണ്. പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ഭയം, ദുർബലതയെക്കുറിച്ചുള്ള ഭയം, നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം, വൈകാരികമായി തുറന്നുകാട്ടപ്പെടുമോ എന്ന ഭയം. നിങ്ങൾ ആഴത്തെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾ സത്യത്തെ പ്രതിനിധീകരിക്കുന്നു. എല്ലാവരും അത് നേരിടാൻ തയ്യാറല്ല. അതിനാൽ അടുത്തേക്ക് വരുന്നതിനു പകരം അവർ മടിക്കുന്നു. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനു പകരം അവർ നിശബ്ദത പാലിക്കുന്നു. സ്നേഹം തിരഞ്ഞെടുക്കുന്നതിനു പകരം അവർ ആശ്വാസം തിരഞ്ഞെടുക്കുന്നു. ഇതിനർത്ഥം അവർ ഇതുവരെ വൈകാരികമായി ധൈര്യശാലികളായിട്ടില്ല എന്നാണ്. ഭാഗം 5. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: നിങ്ങൾ അടുത്തതായി എന്തു ചെയ്യണം? ഇപ്പോൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. നിങ്ങൾ അടുത്തതായി ചെയ്യുന്നത് എല്ലാം നിർണ്ണയിക്കുന്നു. ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ശക്തവുമായ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കാത്തിരിപ്പ് നിർത്തി മാറാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. തണുപ്പിക്കരുത്. കോപം കൊണ്ട് അകന്നു പോകരുത്. മറിച്ച് വീണ്ടും പൂർണ്ണമാകുക. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: 1. അവരിൽ നിന്നുള്ള വ്യക്തതയെ പിന്തുടരുന്നത് നിർത്തുക. ആശയക്കുഴപ്പത്തിലായ ഒരാളിൽ നിന്ന് വ്യക്തത വരുന്നില്ല. 2. നിങ്ങളുടെ മൂല്യം തെളിയിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് എത്രമാത്രം വേദന സഹിക്കാൻ കഴിയുമെന്നതിനെ അടിസ്ഥാനമാക്കിയല്ല നിങ്ങളുടെ മൂല്യം അളക്കുന്നത്. 3. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരിക.
നിങ്ങളുടെ ഊർജം പവിത്രമാണ്. അത് ബഹുമാനിക്കപ്പെടാത്ത സ്ഥലത്ത് വയ്ക്കുന്നത് നിർത്തുക. 4. ഉത്കണ്ഠയ്ക്ക് പകരം സമാധാനം തിരഞ്ഞെടുക്കുക. സ്നേഹം നിങ്ങളെ ശാന്തമാക്കണം. നിരന്തരം പരീക്ഷിക്കരുത്. നിങ്ങളിത് ചെയ്യുമ്പോൾ ശക്തമായ എന്തെങ്കിലും സംഭവിക്കുന്നു. ചലനാത്മകമായ മാറ്റങ്ങൾ. ഭാഗം 6. എന്തുകൊണ്ട് പിന്മാറരുത് എന്നതാണ്. പിന്നോട്ടു പോകുന്നത് ഉപേക്ഷിക്കലല്ല. പിന്നോട്ടു പോകുന്നത് ആത്മാഭിമാനമാണ്. ചിലപ്പോൾ പ്രപഞ്ചം ആളുകളെ ശിക്ഷിക്കാനല്ല, മറിച്ച് അവരെ പുനഃക്രമീകരിക്കാനാണ് വേർതിരിക്കുന്നത്. ഈ ബന്ധം തുടരാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ അത് ആരോഗ്യകരമായ രൂപത്തിൽ തിരിച്ചെത്തും. അത് തിരികെ വന്നില്ലെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്തായാലും നിങ്ങൾ വിജയിക്കും. അതാണ് സത്യം. ഭാഗം 7. ഇപ്പോൾ നിങ്ങൾക്കായി ചാനൽ ചെയ്ത സന്ദേശം. ഈ സന്ദേശം പതുക്കെ സ്വീകരിക്കുക. വാക്കുകൾ ഇറങ്ങട്ടെ. നിങ്ങൾക്കവരെ നഷ്ടമാകുന്നില്ല. നിങ്ങളെ തന്നെ വീണ്ടും കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒരു ബന്ധം സജീവമായി നിലനിർത്താൻ ചുരുങ്ങുന്നത് നിർത്തുക. നിങ്ങൾ വളരുമ്പോൾ ശരിയായ ബന്ധം വളരുന്നു. നിങ്ങൾക്കായി ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലല്ല, സമാധാനത്തോടെ കണ്ടുമുട്ടും. നിയന്ത്രണം വിടുക. ഭയം വിടുക. അടുത്തതായി എന്താണ് വരുന്നതെന്നറിയാനുള്ള ആവശ്യം വിടുക. ഈ വിരാമത്തെ വിശ്വസിക്കുക. ഈ ഇടത്തെ വിശ്വസിക്കുക. സ്വയം വിശ്വസിക്കുക. നിങ്ങളൊരു വഴിത്തിരിവിലായതുകൊണ്ടാണ് ഈ സന്ദേശം വരുന്നത്. ഭാഗം 8. ഈ ഘട്ടത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഈ ഘട്ടത്തിന് ശേഷം 2 കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങളുടെ വ്യക്തി സത്യസന്ധത, പരിശ്രമം, വൈകാരിക സാന്നിധ്യം എന്നിവയിലൂടെ നിങ്ങളെ കാണാനുയരുന്നു. നിങ്ങൾ അവയെ മറികടന്ന് എതിർപ്പില്ലാതെ നിങ്ങളെ കണ്ടുമുട്ടുന്ന ഒരാളെ ആകർഷിക്കുന്നു. 2 ഫലങ്ങളും വളർച്ചയിലേക്ക് നയിക്കുന്നു. 2 ഫലങ്ങളും സ്നേഹത്തിലേക്ക് നയിക്കുന്നു. പ്രപഞ്ചം അത് മാറ്റിസ്ഥാപിക്കാതെ എടുക്കുന്നില്ല. നിങ്ങൾ കേൾക്കേണ്ട അന്തിമ സത്യത്തെ റീഡയറക്റ്റ് ചെയ്യുന്നു. സ്നേഹത്തിനായി നിങ്ങൾ ഒരിക്കലും കഷ്ടപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. സുരക്ഷിതവും പരസ്പരവും യാഥാർത്ഥ്യവും തോന്നുന്ന സ്നേഹം അനുഭവിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. ഈ ബന്ധം നിങ്ങളെ ഉണർത്താനാണ് വന്നത്, നിങ്ങളെ തകർക്കാനല്ല. നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്ന മുഹൂർത്തം എല്ലാം മാറുന്നു. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിനോടകം രൂപാന്തരപ്പെടുകയാണെന്നാണ്. തുറന്ന മനസ്സോടെ ഇരിക്കുക. ഉറച്ച മനസ്സോടെ ഇരിക്കുക. പ്രക്രിയയിൽ വിശ്വസിക്കുക. കാരണം അടുത്തതായി വരുന്നത് നിങ്ങൾ മുൻപറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യസ്തമായി അനുഭവപ്പെടും. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറിഞ്ഞ സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കുക.